ഈ പറയുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വീഴ്ച സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിന്റെ കോടതി റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥർ എന്നാണ് റിപ്പോർട്ട്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ. മുരാരി ബാബു 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. അത് ദേവസ്വം ബോർഡ് നിരാകരിച്ചു എന്ന് വിജിലൻസ് റിപ്പോർട്ടുണ്ട്. 2024 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പ്രോട്ടോകോൾ പാലിക്കാതെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. നേരത്തെ മഹസർ രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ അവർ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയും ദേവസ്വം ബോർഡ് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം, ഉദ്യോഗസ്ഥ വീഴ്ചയെങ്കിൽ ഉദ്യോഗസ്ഥ വീഴ്ച അത് സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനം 2019 ആദ്യം ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥരാണെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് നൽകേണ്ടത്. പക്ഷേ അതിൽ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് എന്നുള്ളത് ഇപ്പോൾ അത് ബോധപൂർവമായ വീഴ്ചയാണോ എന്ന തരത്തിലേക്കുള്ള ഒരു സംശയം ധ്വനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ആ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് 2019 വീഴ്ച സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ അവർക്കെതിരെ പരാമർശം ഉണ്ടായിരിക്കുന്നു.